പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചോറിനും മറ്റും കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 4 ഐറ്റം കൊണ്ട് നമ്മൾ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ്. കൂട്ടുകാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. കൂട്ടുകാരെ, നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കീറി എടുത്തിരിക്കുകയാണ്. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം മുരിങ്ങയ്ക്ക, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 4 കൂട്ടം സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് എന്നും പാചകം ചെയ്യുന്നത്. അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ചൂടായിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഇവിടെ പാമോയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മൾ പാമോയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് എല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഉള്ളവർ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയാണ്. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കൂട്ടുകാരെ, വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തന്ന് സഹായിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സഹായിക്കും. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ്. കൂട്ടുകൂടാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ തന്നെ പിഴുപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതൊന്ന് കലക്കിയെടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് നല്ല എരിയുള്ളതാണ്. അതിനുശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. കായപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. നമ്മൾ കായപ്പൊടി ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പിഴുപുളി, അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ സാധിക്കും. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒരു കറിയാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം സാധനങ്ങളില്ലാതെ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്യുക. നമുക്ക് പച്ചക്കറികൾ വേഗത്തക്ക രീതിയിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു അടപ്പ് വെച്ചത് നടച്ചു കൊടുക്കാം. തീ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നമുക്കൊന്ന് എടുത്തൊന്ന് നോക്കാം.
കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അല്പസമയം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അല്പം വെള്ളം പറ്റത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുക. കൂട്ടുകാരെ, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലും മറ്റും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ കറി തയ്യാറായിരിക്കുകയാണ്. അല്പം കറിവേപ്പില ഇട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം. നല്ല കൊഴുപ്പോടുകൂടി നമ്മുടെ കറി തയ്യാറായി ഇരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.